എൻ്റെ പേര് പൂജപ്പുര ശ്രീകുമാർ. ഞാൻ രാവിലെ ഉറക്കം എണീറ്റത് വലിയ ഹാപ്പിയോടെയാണ്, സന്തോഷം. കാരണം ഞാനിവിടെ തൃശ്ശൂർ ഇവിടെ വാടകയ്ക്ക് വന്നിട്ട് ആദ്യത്തെ ദീപാവലിയാണ്. നമ്മളതും ആദ്യത്തെ എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ആമോദം വലുതല്ലേ. അതേപോലെ ഞാൻ ഇവിടെ താമസമായിട്ട് ആദ്യത്തെ ദീപാവലി. പക്ഷേ പതുക്കെ അറിയാൻ പറ്റിയത്, ഈ കേരളത്തിലെ തെക്കൻ ഭാഗത്താണ് ദീപാവലിക്ക് പടക്കം വലുതാ പൊട്ടിക്കുന്നത്. വടക്കോട്ട് പോയാൽ കാർത്തികയ്ക്ക പടക്കം പൊട്ടിക്കുന്നത് ഉണ്ട്, ഇല്ലെന്നല്ല. എങ്കിലും തെക്കോട്ട് ആലപ്പുഴ വരെ, ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ പകുതി വരെയൊക്കെ ദീപാവലിക്ക് പടക്കം സാധ്യത പൊട്ടിക്കും. അങ്ങോട്ട് കാർത്തികയ്ക്ക. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന ആളാണ് ഞാൻ. പ്രൊമോഷൻ വന്നതാണ്, ഒരു വാടക താമസിക്കുകയാണ്. ആ വീട്ടിൽ ആൾക്കാരെ പറയുമ്പോൾ പ്രേതമുണ്ടെന്ന് പറയപ്പെടുന്ന ഒരു വീടാണ്. ഒക്കെ ശരി തന്നെ. പക്ഷെ ദീപാവലിയല്ലേ, പടക്കം കിട്ടുന്നില്ല. ഞാൻ അന്വേഷിച്ചു. അവിടെ പൊറിഞ്ചു പോറ്റിയുണ്ട്. അദ്ദേഹം പറഞ്ഞ, സാറേ ഇവിടെ അങ്ങനെ വലിയ രീതിയിലില്ല, കാർത്തിക ഞങ്ങൾ അങ്ങേറ്റം ആഘോഷിക്കാറുണ്ട്. എങ്കിലും മനസ്സിൽ അങ്ങേറ്റം ദീപാവലി ആഘോഷിച്ചുകൊണ്ട് ഞാൻ കടന്നുപോയി. ഞാൻ ഒറ്റയ്ക്ക് തന്നെ അന്ന് ആദ്യമായി ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. എപ്പോഴും ഫുഡ് വെളിയിലൊരു മിൽമയുടെ ക്യാൻറ്റീനുണ്ട്, അവിടെ കഴിക്കും. അന്ന് ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ടേസ്റ്റൊക്കെ വ്യത്യാസം വന്നു, കഴിച്ചു. വൈകുന്നേരം ആയപ്പോൾ ഇവിടേക്ക് 1-2 പടക്കം പൊട്ടി തുടങ്ങി. സന്തോഷമായി. പടക്കം കുറച്ചെങ്കിലും പൊട്ടിയല്ലോ. രാത്രി വളരെ വൈകിയാണ് ഞാൻ കിടന്നത്. കിടന്ന പഴയ പോലെ ജനാലിക്ക് പുറത്ത് എപ്പോഴും തൊട്ടടുത്ത മുറിയിലകക്കുന്ന കൊലുസ് കേൾക്കാം. ഒരു ശബ്ദം കേൾക്കും, ശബ്ദം. ഇന്ന് അത്തല്ല, പുറത്ത് ജനാലിക്ക് പുറത്ത് ആരോ വല്ലാത്തൊരു കരച്ചിൽ പോലെ. അതെന്താണെന്ന് എനിക്ക് സംശയം തോന്നി. ഞാൻ ജനാല തുറന്നു നോക്കിയപ്പോൾ കണ്ടത് കയ്യോ കാലോ ഒടിഞ്ഞ ഒരു പട്ടിക്കുട്ടിയെ. തീരെ കുട്ടിയല്ല കേട്ടോ, നല്ല വാലൊക്കെ കൊലഞ്ഞ് മറിഞ്ഞ ഒരു നല്ലൊരു പട്ടി. ആരും നോക്കിപ്പോവും. അതിനെന്തോ കടുത്ത പ്രശ്നം. ഞാൻ ടോർച്ചുമായി വെളിയിറങ്ങി. അടുത്ത് പോയപ്പോൾ കണ്ടതോ 2 കാലിനെയും ആരോ അടിച്ചൊടിച്ചിരിക്കുന്നു. ആ പട്ടിയുടെ വില കൂടിയ പട്ടിയാണ്. എനിക്ക് രാത്രി അറിയാൻ പറ്റിയില്ല. ഞാൻ ഒരു പേരിട്ടു അപ്പോൾ തന്നെ, ബ്രൂണോ. ഞാൻ വിളിച്ചു, ബ്രൂണോ എന്ന് വിളിച്ചപ്പോൾ അവനെന്നെ നോക്കി. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ബ്രൂണോ ആയിരിക്കാം ആ പട്ടിയുടെ പേര്. എങ്ങനെയോ ഇവിടെ വന്ന് ചേർന്നതാണ്. ഞാൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു,